നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ വിജയനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചതോടെ CPMന്റെ സൈബർ ഗ്രൂപ്പുകളിലൊക്കെ വലിയ ആഘോഷമാണ്. നേതാവിന്റെ മകളെ അങ്ങ് മൂക്കിൽ വലിച്ച് കയറ്റിയോ എന്നൊക്കെയായിരുന്നു സൈബർ ഗ്രൂപ്പുകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ അങ്ങനെ വെറുതെ വിട്ടതല്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഉടൻ തന്നെ വീണയ്ക്ക് സമൻസ് അയക്കാനുള്ള നീക്കങ്ങളിലേക്ക് ED കടക്കുകയാണ്. ബുധനാഴ്ചത്തെ ചോദ്യം ചെയ്യലിൽ വീണ പറഞ്ഞ വിവരങ്ങളും EDയുടെ കൈവശമുള്ള തെളിവുകളും തമ്മിൽ ED ഒത്തുനോക്കുകയാണ്. അതിനിർണായകമായ തെളിവുകൾ മുന്നിൽ വെച്ച് ചോദ്യമുനകൾ മുന്നോട്ട് വെച്ചപ്പോൾ അറിയില്ല, ഓർമ്മയില്ല എന്നൊക്കെയാണ് വീണ വിജയൻ മറുപടി നൽകിയത്. പണം വന്നതിൻ്റെയും ദൂർത്തടിച്ചതിൻ്റെയും തെളിവുകളോടെ ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോഴൊക്കെ വീണ നിശബ്ദയായി ഇരുന്നതേയുള്ളൂ. കരിമണൽ കർത്തയിൽ നിന്നും മാത്രമല്ല മറ്റുന്നതരുടെയും പണം വീണയുടെ അക്കൗണ്ടിൽ വന്നിരുന്നു എന്നതിന് വ്യക്തമായ മറുപടി നൽകാൻ വീണ തയ്യാറായില്ല. വീണയ്ക്ക് പണം വന്നത് പിണറായി വിജയന്റെ മകൾ ആയതിനാലാണെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ വലിയ ഉപഹാരം തിരികെ കിട്ടിയെന്നുമുള്ള സത്യം ഏറെ വൈകാതെ പുറത്തുവരും. ഒന്നോ രണ്ടോ ഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം വീണയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് സൂചനകൾ. കരിമണൽ കർത്തയുടെ മകളുമായി വീണയ്ക്കുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളുമൊക്കെ ചോദ്യം ചെയ്യലിൽ പ്രധാന വിഷയങ്ങളായിരുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ വീണ വിജയന്റെ ബുധനാഴ്ചത്തെ ചോദ്യം ചെയ്യൽ 8 മണിക്കൂറിലധികമാണ് നീണ്ടുനിന്നത്. ഭർത്താവും MLAയുമായ മുഹമ്മദ് റിയാസിനൊപ്പം വീണ ED ഓഫീസിൽ ഹാജരായ ഇന്നോവ കാർ 40 ലക്ഷം രൂപയുടേതായിരുന്നു. ഈ കാറിന്റെ ഉടമ പിണറായി വിജയന്റെ ബിനാമി വകയാണെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ജൂൺ 12 ഹാജരാകാൻ ED നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ അന്നെത്തിയിരുന്നില്ല. രേഖകൾ അഭിഭാഷകർ വഴി ഹാജരാക്കാമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിയ ED നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പുതിയ സമൻസ് നൽകുകയായിരുന്നു. തുടർന്നാണ് ബുധനാഴ്ച ഹാജരായത്. CMRLൽ നിന്ന് എന്തിനാണ് പണം ലഭിച്ചത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാക്കാനായിരുന്നു വീണയോട് ED ആവശ്യപ്പെട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ട് CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ കർത്ത, ഡയറക്ടർ ജയ S കർത്ത എന്നിവരെ ED ചോദ്യം ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ വീണയെ ചോദ്യം ചെയ്തു. ഇതൊക്കെ ഒരു ലിങ്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതായത് കരിമണൽ കർത്തയുടെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും കിട്ടുന്ന മൊഴികളും വീണ പറയുന്ന മൊഴികളുമായിട്ട് ഒത്തുനോക്കിക്കൊണ്ട് ഇതിലാരാണ് കള്ളം പറയുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് ED കടന്നിരുന്നു. ഇതിൽ വീണയോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉരുണ്ട് പെരണ്ടുള്ള ഒരു മറുപടിയാണ് വീണയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല രേഖകൾ മുഴുവനായി ഹാജരാക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇവർ EDക്ക് മുൻപാകെ ഹാജരാക്കിയതായിട്ടാണ് വിവരം. എന്നാൽ അതിൽ ED അന്വേഷിച്ചിരുന്ന രേഖകൾ അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് വീണയുടെ കമ്പനി കർത്തയുടെ കമ്പനിക്ക് സേവനം ചെയ്തു കൊടുത്തു എന്നുള്ളത് തെളിയിക്കുന്ന രേഖകൾ ഇല്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പുറത്തിറങ്ങിയ വീണ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, പത്രക്കാർ സ്ഥലത്തെത്തിയതിൽ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മുഖത്ത് മാസ്ക് വെച്ച് ഓഫീസിലെത്തിയ വീണ ഏറെ ആശങ്കയോടെയാണ് മടങ്ങിയത്. അതിശക്തമായ സുരക്ഷയായിരുന്നു ED ഓഫീസിൽ ഒരുക്കിയിരുന്നത്. മുൻപ് പാർട്ടി കൊട്ടേഷൻ സംഘത്തിലെ സഖാക്കൾ EDയെ ആക്രമിച്ച സാഹചര്യത്തിൽ എന്തിനും തയ്യാറായി 200ഓളം CRPF ഉദ്യോഗസ്ഥർ സ്ഥലത്ത് തോക്കുകളുമായി നിലയുറപ്പിച്ചിരുന്നു. പഴയതുപോലെ ചാവേർ സഖാക്കൾ EDയെ തടയുന്ന സാഹചര്യം ഉണ്ടായാൽ കൈകാര്യം ചെയ്യാൻ തന്നെയായിരുന്നു ED തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം പാർട്ടി പറഞ്ഞിരുന്നു ഇനി വീണയുടെ കാര്യത്തിൽ ഇടപെടില്ല. ആ കേസ് വീണയ്ക്കെതിരെ ഉള്ളതാണ്, വീണ തെളിവ് സമർപ്പിക്കട്ടെ, വീണ അതിനെ നിയമപരമായി നേരിടട്ടെ എന്ന് പാർട്ടി നിലപാടെടുത്തിരുന്നു. അതുകൊണ്ടാണ് പാർട്ടിക്കാർ ആരും തന്നെ ആ ഭാഗത്തേക്ക് പോയില്ല. വെറുതെ കേന്ദ്ര സംഘത്തെ ആക്രമിച്ച് വെടിയുണ്ട കൊള്ളണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്തായിരിക്കും സഖാക്കളൊക്കെ രക്ഷപ്പെട്ടത്. ഇനിയാണ് അതിപ്രധാനമായ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുക. അതായത് ഈ പറയുന്ന കരിമണൽ കർത്തയെയും മകൻ ശരൺ കർത്ത, ഭാര്യയെയും മകളെയും ഒക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കും. ഇതുകൂടാതെ വീണയെ ഇവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്ന നീക്കത്തിലേക്കും കടക്കും. അതാണ് ഇനി വരാനുള്ള ദിവസങ്ങളിൽ സംഭവിക്കുക. CMRL കമ്പനിയിൽ നിന്ന് വീണ 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നും ഇവരുടെ സഹോദര സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായി നേടി എന്നുമാണ് EDയുടെ കേസ്.
ഈ തുക കള്ളപ്പണ നിരോധന നിയമപ്രകാരം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പരിധിയിൽ വരും എന്നാണ് ഇഡിയുടെ പ്രധാന വാദം. പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇഡി പരിശോധന നടത്തിയിരുന്നു. ഇഡിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതുവരെ സമാഹരിച്ച തെളിവുകളും മൊഴികളും വിശദമായി പരിശോധിച്ച ശേഷമാണ് ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് വീണയ്ക്ക് ആശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതായത് ഇഡി പ്രത്യേകമായി പറയുന്നത് വീണയുടെ മൊഴികളിൽ ഇപ്പോഴും വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെയാണ്. വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുമ്പോൾ ശരൺ കർത്തയും കരിമണൽ കർത്തയും ജയയും മകളും ഒക്കെ നൽകിയിരിക്കുന്ന മൊഴിയും എന്നാൽ വീണ പറയുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എന്നാണ്. ഇതുകൂടാതെ വീണ സമർപ്പിച്ചിരിക്കുന്ന രേഖകളും വീണ പറയുന്ന മൊഴികളും രണ്ടും രണ്ടാണ്. ഇത്തരത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വീണയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഇനിയുള്ള ചോദ്യം ചെയ്യൽ ഇവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയാകുമ്പോൾ അടപടലം തേഞ്ഞൊട്ടും, വെള്ളം കുടിച്ചു പോകും. കാരണം അധികമൊന്നും ചോദ്യം ചെയ്യലിനോട് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഗഡ്സ് ഉള്ള ആളല്ല വീണ. അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത നാളുകൾ തന്നെയാണെന്ന്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇത് ഇവിടുത്തെ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ പിണറായി വിജയനെ അങ്ങ് ഒതുക്കാനും എന്തെങ്കിലും ഒരു ഡീലിന് വേണ്ടിയിട്ടാണ് ഈ കേസ് വലിച്ചിഴക്കുന്നത് എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. വീണയുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയിട്ടുണ്ട്, ഒരു സേവനവും ചെയ്യാതെ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി. ഈ അഴിമതിക്ക് സർക്കാരിനെ കൂട്ടുപിടിച്ചു. KSIDC എന്ന സ്ഥാപനത്തെ കൂട്ടുപിടിച്ചാണ് വലിയ അഴിമതി വീണ നടത്തിയിരിക്കുന്നത്. സത്യസന്ധമായിട്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായും വീണയ്ക്ക് വിലങ്ങ് വീഴും. വീണയിൽ നിന്ന് ഈ മാസപ്പടിയുടെ മാസ്റ്റർ ബ്രെയിനിലേക്കും അന്വേഷണം പോകും. പക്ഷെ അപ്പോഴും എടുത്തു പറയുന്നു, സത്യസന്ധമായ അന്വേഷണമാണ് നടക്കുന്നതെങ്കിൽ. അല്ലാതെ എന്തെങ്കിലും ഒരു ഡീലിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ കേസ് എവിടെയും അവസാനിക്കാതെ അങ്ങ് പോകും. മുൻപ് കേന്ദ്ര ഏജൻസികൾ മലമറിച്ച് കേരളത്തിലേക്ക് വന്നല്ലോ കുറേ അധികം അന്വേഷണവുമായിട്ട്, സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ എവിടെയും എങ്ങും എത്താതെ പോയില്ലേ? ഇതും അതുപോലെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. പക്ഷേ സത്യസന്ധമായിട്ടാണെങ്കിൽ അച്ഛനും മകളും ഒക്കെ കുടുങ്ങും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.